ഹായ് ഓൾ. നമ്മളിന്ന് മൊബൈലിൽ എങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങാം, ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ക്യാമ്പയിൻ തുടങ്ങാന്നാണ് നോക്കുന്നത്. ഇതിലെല്ലാ ഡീറ്റെയിൽസും ഇതിൽ പറയും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായി മനസ്സിലാക്കുക. ലാപ്ടോപ്പ് ഇല്ലാത്തവർക്ക് മൊബൈലിൽ എങ്ങനെ തുടങ്ങുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്. ഓക്കെ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ക്യാമ്പയിൻ എടുത്തു. ഇതിൽ എൻഗേജ്മെന്റ്, ആവറൻസൻസ്, ട്രാഫിക്, ലീഡ്സ്, സെയില്, ആപ്പ് പ്രൊമോഷൻ. ഇതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വീഡിയോ വ്യൂസ്, പോസ്റ്റ് എൻഗേജ്, പേജിലേക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈക്കും റീച്ചും ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ അതിനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കൊടുക്കും, ഒരു സംഭവം വരുന്നുണ്ട്, അങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനാണ്. ട്രാഫിക് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഇത് വരുന്നത്. ഈ വാട്സപ്പിലൊക്കെ ഏകദേശം നമുക്കൊരു ഇത് വരുന്നുണ്ടല്ലേ, മെസ്സേജ്, അതൊക്കെ ട്രാഫിക്കിൽ വരുന്നത്. ലീഡ്സ് എന്ന് പറഞ്ഞാൽ പേര് എഴുതിയിട്ട് നമ്പർ എഴുതിയിട്ട് ഇമെയിൽ കൊടുത്തിട്ട് ജില്ല കൊടുത്തിട്ടുള്ളതിലാണ് ലീഡ്സ് ജനറേറ്റ് ചെയ്യല്. സെയിൽസ് പറഞ്ഞാൽ നേരിട്ട് നമുക്ക് ആ സെയിൽസ് ഒന്നെങ്കിൽ ഒരു ലാൻഡിങ് പേജ് ഉണ്ടാവും, അതിൽ പേയ്മെന്റ് ഉണ്ടാവും, പേയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക സെയിൽ എടുക്കാം, അതല്ല അഡ്വാൻസ് അടയ്ക്കാം, അതല്ല ഓൺലൈൻ വക എന്താ പറയുക എമൗണ്ട് പേ ചെയ്തിട്ട് സെയിൽ മേടിക്കുന്നതിൽ സെറ്റപ്പ്. ആപ്പ് പ്രൊമോഷൻ പറഞ്ഞാൽ നേരിട്ട് അവരുടെ വെബ്സൈറ്റ് ആപ്പൊക്കെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലത്തെ സെയിൽ നടക്കണം, അല്ലെങ്കിൽ ലീഡ് ജനറേറ്റ് കാര്യങ്ങൾ. അപ്പം ഞാൻ ഇപ്പം ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രാഫിക് ഏഡിൻ്റെ കാര്യമാണ് കാണിച്ചത്. ട്രാഫിക് ഏഡ് എടുത്തു. ഫസ്റ്റ് എന്താ വന്നത് ട്രാഫിക് ഏഡിൽ? മൊബൈലിൽ ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ഉണ്ടാവും, പ്രത്യേകിച്ചിട്ട് ജിയോ അല്ലെങ്കിൽ വി ഐയുടെ കണക്ഷനൊക്കെ അനുസരിച്ച് സ്ലോ ഉണ്ടാവും. പെട്ടെന്ന് പെട്ടെന്ന് പ്രതീക്ഷിക്കരുത്, പതുക്കെ നോക്കിയാൽ മതി. ആഡിന് ഒരു ക്യാമ്പയിൻ നെയിം കൊടുക്കുക. ഓക്കെ, ഞാനൊരു ക്യാമ്പയിൻ നെയിം കൊടുത്തു, ഡെമോ ന്യൂ. ഡെമോ ന്യൂ എന്ന് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഡെമോ ന്യൂ കൊടുത്തു. ഡെമോ ന്യൂ കൊടുത്തു. ട്രാഫിക് ആണ് ക്യാമ്പയിൻ നെയിം, ആക്ഷൻ ട്രാഫിക് ആണ്, സ്പെഷ്യൽ കാറ്റഗറി. ഓക്കെ, അതെന്തോന്നാണ്? ഡിക്ലെയർ യുവർ ആഡ് റിലേറ്റഡ് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് സർവീസ് എംപ്ലോയ്മെന്റ്. അത് കൊടുക്കണ്ട, ഇപ്പൊ കൊടുക്കണ്ട, അത് കൊടുക്കാൻ വേണ്ടെന്നുള്ളത് ലാസ്റ്റിക്കാണ് നോക്കണ്ടല്ലോ, അത് കൊടുക്കണ്ട. ബഡ്ജറ്റ്, ബഡ്ജറ്റ് നിങ്ങൾ ഇപ്പൊ കൊടുക്കാൻ നിൽക്കണ്ട. ബഡ്ജറ്റ് നിങ്ങൾ ഒരു 200-170 രൂപയെങ്കിലും ബഡ്ജറ്റ് കൊടുക്കണം. അതല്ല എന്നുണ്ടെച്ചെങ്കിൽ ആഡ് ഉണ്ടാവും, പ്രയാസമാണ്. ഒരു 1000 രൂപയ്ക്ക് 5 ഡേയ്സെങ്കിലും മിനിമം നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, ഇവിടെ ഈ ബിഡ് സ്ട്രാറ്റജി പറഞ്ഞാൽ ഹയസ്റ്റ് വോളിയം, അതായത് മോസ്റ്റ് റിസൾട്ട് കിട്ടും, കോസ്റ്റ് പെർ ഗോൾ, അത് നമുക്ക് തിരികെ ബിഡ് ക്യാപ്പ്, അതിലൊന്നും ചെയ്യണം. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ലീഡ്സ് കിട്ടുന്നത് ഹയസ്റ്റ് വോളിയത്തിൽ തന്നെ കൊടുക്കണം. അപ്പൊ ഞാൻ മാറ്റം പറയണില്ലേ. ഓക്കെ, അപ്പൊ അത് കൊടുത്തു, ബഡ്ജറ്റ് കൊടുത്തു നമ്മള്. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ നെയിം വീണ്ടും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും ന്യൂ ഡെമോ തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂ ഡെമോ ബാക്ക് വന്ന ന്യൂ ഡെമോ ആയി കാണും. കോൺവെർസേഷൻ വരുമ്പോൾ എന്തിലേക്കാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് വേണ്ടതെന്നാണ് ഇവർ പറയുന്നത്. വെബ്സൈറ്റിലേക്ക് നേരിട്ട് പോകണോ, ഇതിൽ വേണോ? ഇവിടെ ഫേസ്ബുക്ക് പേജ് ഏതാ ചോദിക്കുന്നത്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസ്ബുക്ക് പേജ് നമ്മുടെ പേജ് ഏതാണെന്ന് വെച്ചാൽ എൻ്റെ സക്സസ് മീഡിയ ആണ്, ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ആണ്. ഇതേപോലെ കുറെ ഇതുണ്ട്. ഞാൻ സക്സസ് മീഡിയ ഇട്ടു. ഓക്കെ, അപ്പോൾ അത് ലോഡായിട്ട് അത് ക്ലിയർ ആവും. ഓക്കെ, മെസ്സേജിൽ വാട്സപ്പിൽ ഇടുക. വാട്സപ്പിൽ ഈ മെസ്സേജിന് സംഭവം ഓഫാക്കി കിട്ടും. വാട്സപ്പ് ഓൾറെഡി എത്തി കിട്ടും. ഇൻസ്റ്റാഗ്രാമിൽ ഈ റീല് കാണിക്കണമെന്ന് നോക്കുമ്പോൾ യെസ്, ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിർബന്ധമായിട്ടും കാണിക്കണം, അതിൽ ഡൗട്ടും ഇല്ല. ഓക്കെ, അങ്ങനെ കാണിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഇതിൽ പറയാനുള്ളത്. അതും കൊടുത്തു. കോൺവെർസേഷനിലാണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ പേജ് കൊടുത്തു, മെസ്സേജ് കൊടുത്തു, വാട്സപ്പ് ടിക്ക് ചെയ്തിരിക്കണം. ഇതിൽ ടിക്ക് ഒഴിവാക്കിയ നല്ലതാണ്, വാട്സപ്പിൽ മാത്രമാക്കി ഇൻസ്റ്റാഗ്രാമിലും കൊടുത്തു. ഓക്കെ, ബാക്ക് വന്നു, നെക്സ്റ്റ് കൊടുത്തു. ഒരു മിനിറ്റ്, പ്ലേസ്മെന്റ് കൊടുക്കണ്ട്. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ആഡ് നെയിം ന്യൂ ട്രാഫിക് ഏഡ്, ഐഡന്റിറ്റി സക്സസ് മീഡിയ, ആഡ് സെറ്റപ്പ്. ഓക്കെ, ഇമേജ് വീഡിയോ കൊടുക്കേണ്ട സെറ്റപ്പ്, ക്രിയേറ്റ് ആഡ് കൊടുക്കുന്നുണ്ട്, യൂസ് എക്സ്പെക്റ്റിംഗ് പോസ്റ്റ്. അപ്പൊ യൂസ് എക്സ്പെക്റ്റിംഗ് പോസ്റ്റ് എടുത്തിട്ട് ബാക്ക് അടിക്കുക. പിന്നെ അപ്പൊ അതില് പോസ്റ്റുകൾ ഇഷ്ടംമാതിരി വരും. നമ്മളിട്ട പോസ്റ്റുകൾ വരുന്ന നോക്കിയോട്ടോ, സെലക്ട് ചെയ്യാൻ വരും. ഇതിൽ കുറച്ച് ലാഗ് ഉണ്ടാവും, നല്ല വൈഫൈ വെച്ച് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇതിൽ പോസ്റ്റുകൾ വന്നു. ഇപ്പൊ ഇതിൽ ലോഡാവാൻ കുറച്ച് സമയമുണ്ട്. അപ്പൊ
ഇതിലിട്ട ഇതിലും കാണിക്കണം. ഇപ്പൊ ഈ പോസ്റ്റ് തന്നെയാണ് ഇതിലുണ്ടാവുക. അപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഒരു ഇതെടുത്തിട്ടു. ഓക്കെ, അത് സെലക്ട് ചെയ്തു. അപ്പൊ രണ്ടിലും ഏഡ് റൺ ആയിക്കോളൂ. പോസ്റ്റായി, നെയിം ഒന്നുകൂടി കൊടുക്കണം. ന്യൂ ഡെമോ. ഓക്കെ, ഐഡന്റിറ്റി പോസ്റ്റ്, ആഡ് നെയിം ഐഡന്റിറ്റി സക്സസ് മീഡിയ. ഓക്കെ, ഇൻസ്റ്റാഗ്രാം കറക്റ്റ് ആണ്. ഓക്കെ, ബാക്ക് വന്നു. ബാക്ക് വന്നിട്ട് ആഡ് സെറ്റപ്പിൽ യൂസ് എക്സിറ്റ് പോസ്റ്റ്, അത് കറക്റ്റായി. ആഡ് ക്രിയേറ്റ്. ഇതിൽ വാട്സപ്പ് വെബ്സൈറ്റിന്റെ ഇതിൽ വാട്സപ്പ്, അതായത് നമ്മൾക്ക് മെസ്സേജ് വരുമ്പോൾ അവർ ഇത് പ്ലീസ് ലെറ്റ് നോ ദ വീക്ക് ദ ഹെൽപ്പ് യു, ആ സംഭവം വരേണ്ടത്. ആ സംഭവം സെൻഡ് കറക്റ്റ് വാട്സപ്പ് മെസ്സേജ്, കോൾ ഓർ ആക്ഷൻ സെൻഡ്, ഇത് രണ്ടും നോക്കണം. ഓക്കെ, ഇത് എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കണേ കൊടുക്കുക, അതിന്റെ ആവശ്യമില്ല, ആവശ്യമുണ്ട് ചെയ്യും. ഓക്കെ, ഇതില് ഈ ഓഡിയൻസിൽ രണ്ടാമത്തെ ഓഡിയൻസ് പ്ലേസ്മെന്റ് നേരത്തെ പറയാൻ മറന്നു. ഓഡിയൻസിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എഡിറ്റ് കൊടുക്കണം. ഓക്കെ, എഡിറ്റ് കൊടുത്തിട്ട് കേരള, നിങ്ങൾക്ക് ഏത് ജില്ലകളാണ് വേണ്ടത് ആ ജില്ലയുടെ, കേരള ഇന്ത്യ വന്നു, ആ ജില്ല മാത്രമേ തിരിച്ചെങ്കിൽ ജില്ല മാത്രമേ തിരിക്കാൻ ഞാൻ കൊടുത്തു. ഞാൻ ജസ്റ്റ് കേരള കൊടുക്കണ്. ഇനി നിങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് ലൊക്കേഷൻ വേണമെങ്കിൽ അതിൻ്റെ അടിയിൽ അതും കൊടുക്കുക, ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ അങ്ങനെ ജസ്റ്റ് ആഡ് ചെയ്യണില്ല. വയസ്സ് ഒരു 21 വയസ്സ് എപ്പോഴും കൊടുക്കണം നന്നായി. 21 വയസ്സിൽ 22 വയസ്സിന് മേലെ ആഡ് റൺ ചെയ്യലാണ് നല്ലത്. 18 വയസ്സിനൊന്നും ആഡ് ചെയ്യണ്ട. 65 എന്നുള്ളത് ഒരു 45 ആക്കുക, അല്ലെങ്കിൽ ഇതിന് 49 കിട്ടും. ഓക്കെ, ഇനി ജെൻഡർ ഓള്, ലാംഗ്വേജ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ലാംഗ്വേജ് പറഞ്ഞല്ല, മലയാളം സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പൊ അതായി. ഇനി ടാർഗറ്റഡ് ഓഡിയൻസിനെ നമ്മൾ എത്തിക്കണം. ഡീറ്റെയിൽ ടാർഗറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ആഡ് കൊടുക്കുക. ഇവിടെ സെർച്ചിൽ കൊടുക്കുക. അപ്പൊ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു ആഡാണ് കൊടുത്തത്, സ്ഥലം വിൽപ്പനയ്ക്ക് എന്നുള്ള ആഡ്. അപ്പോ അങ്ങനെ എങ്ങനെ നമുക്ക് ടാർഗറ്റ് ഓഡിയൻസിന് കിട്ടും എന്താണ് ഇവിടുത്തെ ഒരു ഏറ്റവും കൂടുതൽ ഭയങ്കര ടഫായ ഒരു കാര്യം പറഞ്ഞാൽ ടാർഗറ്റ് ഓഡിയൻസ് സെറ്റ് ചെയ്യാനാണ്. നമ്മൾ നേരെ പോകേണ്ടത് ചാറ്റ് GTPയിലേക്കാണ്, എയിലേക്കാണ്. ഓക്കെ, എയിലേക്ക് പോണു. ഇൻട്രൊഡ്യൂസ് ചാറ്റ് എടുക്കുന്നു, ട്രൈ ചാറ്റ് GPT എടുക്കുന്നു. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് മലയാളത്തിൽ കൊടുത്താൽ മതി കേട്ടോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആഡ് ഫേസ്ബുക്കിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ് എന്താണോ അതിന് ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഓഡിയൻസിനെ കണ്ടെത്തുന്നത് എങ്ങനെ ഇങ്ങനെ ചോദിച്ചാൽ മതി. അത് നിങ്ങളുടെ ഇപ്പോൾ സെയിൽസ്മാൻ ആണ്, നിങ്ങൾ സെയിൽസ്മാന്, ഫർണിച്ചറിനാ ചീഫ് ഫർണിച്ചർ, അതല്ലാന്നുണ്ടെങ്കിൽ കൺസൾട്ടിങ് ആണ് കൺസൾട്ടിങ്, അത് എന്തിനാണെന്നുള്ള വെച്ചെങ്കിൽ മലയാളത്തിൽ പോയി ചോദിച്ചിട്ട് കൊടുത്താൽ അതിന്റെ കംപ്ലീറ്റ് ടാർഗറ്റ് ഓഡിയൻസിന്റെ വിവരങ്ങൾ കംപ്ലീറ്റ് വരും. അങ്ങനെയല്ല കൊടുക്കേണ്ടത്. ഇനി അവിടുന്ന് പറഞ്ഞുതരാം ടാർഗറ്റ് ഓഡിയൻസിനെ എങ്ങനെ കണ്ടെത്തുന്നത്. ഓഡിയൻസ് വെച്ച് നിങ്ങൾ ഉൽപ്പന്ന സേവനം അതൊക്കെ അവിടെ നിൽക്കട്ടെ. താഴ്ത്തിക്ക് പോവാ, ഓഡിയൻസ് റിസർച്ച് ചെയ്യേണ്ട ഇതവർ പറഞ്ഞേക്കണേ. ഓക്കെ, നിങ്ങൾ ഉൽപ്പന്ന സേവനം ആര് ലക്ഷ്യമിടുന്നു, ടാർഗറ്റ് ഏജ് അതൊക്കെ നമ്മൾ കൊടുത്തു, ലൊക്കേഷൻ നമ്മൾ കൊടുത്തു. ഇൻട്രസ്റ്റിലാണ് കാര്യം. ഫിറ്റ്നസ്, ഫാഷൻ, ഓക്കെ, ബിഹേവിങ്, അത് ഓൺലൈൻ ഷോപ്പേഴ്സ്. അപ്പൊ നമ്മൾ ഫാഷൻ കൊടുക്കണം, ന്യൂ എന്താ പറയാ ബിസിനസ്സുകാരനെ കൊടുക്കണം, ഓൺലൈൻ ജോബുകാരെ കൊടുക്കണം, ആപ്പ് യൂസേഴ്സിനെ കൊടുക്കണം. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് എന്താ? പിന്നെ കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താ? ഫാഷൻ. ഫാഷൻ ഡിസൈൻ,
അതിന് നമ്മളൊന്ന് ആഡ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് അടുത്തത് ഫാഷൻ ഡിസൈനിങ് കൂടെ ആഡ് ആയിട്ടോ. അടുത്ത് ന്യൂ ബിസിനസ് താഴത്തേക്ക് പോവാ. കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. അപ്പൊ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് പോയ ആളുകളൊക്കെ എന്താ പറയാ, ഈ ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും. അപ്പൊ അവർക്ക് ടാർഗറ്റ് കൊടുക്കുക. അങ്ങനെ ഓരോ മേഖല എന്താണ്, ഒരു പാർട്ട് ടൈം ജോബ്, ഓൺലൈൻ ജോബ് ഫെയർ അവർക്ക് കൊടുക്കുക. അങ്ങനെ ഓരോരുത്തർക്ക് എങ്ങനെയാണോ ഇതിന് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഇരിക്കുന്ന ടാർഗറ്റ് ഓഡിയൻസിന് സെറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരല്ലോ. ഇതിന്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും, ഈ കോഴ്സിന്റെ ഒപ്പം. ChatGPT എങ്ങനെ ടാർഗറ്റ് ഓഡിയൻസിനെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനൊരു ഓരോ എന്താ പറയാ, ഇത് കിട്ടുമോ, ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരിൽ ആരാന്ന് ചോദിച്ചാല് ബിസിനസ് ഓണേഴ്സ് ആണ്, എന്റർപ്രണർഷിപ്പിന്റെ ആൾക്കാരൊക്കെയാണ്. അപ്പൊ അതടിച്ചു നോക്കിയത്. എന്റർടൈൻമെന്റ് വിവ അങ്ങനെ സംഭവം വന്നു. പക്ഷെ ബിസിനസ് ഓണേഴ്സ് അടിച്ചു നോക്കി. ഡെവലപ്മെന്റ് റെപ്രസെന്റേറ്റീവ്, പക്ഷെ അവർ കുറവുള്ളോ. ഓണേഴ്സ് ജോബ് ഇന്റർവ്യൂ, ലൈഫ് ഇൻഷുറൻസ്. സ്പെല്ലിംഗ് തെറ്റാണ് കാരണം. ഓക്കെ, ബിസിനസ് മാനേജ്മെന്റ് ബിസിനസ് ഓണേഴ്സ് നടിക്കണം. ബിസിനസ് ഓണേഴ്സ് വന്നു, അത് കൊടുത്തു. അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ആഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഞാൻ മൂന്നാളിനെ കൊടുത്തുള്ളൂ: ഫാഷന്, ബിസിനസ് ഓണേഴ്സ്, കൺസ്ട്രക്ഷന്, ഓൺലൈൻ ജോബ് ഫെയർ. ഓക്കെ, ഇതിലേതായി നേരെ എക്സിക്യൂട്ടീവ് ഡെമോഗ്രഫി ഇൻട്രസ്റ്റ് ഇതാ വീണ്ടും ഉണ്ട്. വീണ്ടും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുക്കണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് കൊടുക്കാം. അതിലും ഞാൻ സ്പെസിഫിക് ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാല് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടോ, എത്ര 4 കോടി എത്രയോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഒരുപാട് ആളുകൾ വരും. ഞാൻ ജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യൽ എക്സ്പ്രസ് ആയിട്ട് കൊടുത്തു. അത് ഞാനങ്ങനെ പെട്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണ്ടില്ല, അത് നന്നായി ആലോചിച്ചിട്ട് കൊടുത്താൽ മതി. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണ്ട. ഈ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഇല്ലേ, അതായത് അതിലേക്ക് നമ്മൾ കൂടുതൽ ഇത് കൊടുത്താൽ മതി. അത് ഓക്കെ ആയിട്ട് ബാക്ക് അടിച്ചു. അപ്പോൾ അതോടെ സെറ്റ് ആയിട്ടോ. നെക്സ്റ്റ് കൊടുത്തു. ഇത് ഏകദേശം സക്സസ് മീഡിയ, ഇത് 3 കൊടുത്താൽ അതിൻ്റെ അപ്പുറത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ എന്താ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഇത് പബ്ലിഷ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ആ ആഡ് എണ്ണായിക്കൊണ്ടിരിക്കുന്ന ആഡാണ്. അത് കാരണമാണ് ബഡ്ജറ്റ് 170 പബ്ലിഷ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആഡ് റണ്ണാവും. ഇനി നിങ്ങൾക്ക് അതിന് ഏകദേശം ഒരു ബേസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ആഡ് ചെയ്യുമ്പോൾ ബിസിനസ് കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ടാർഗറ്റ് ഓഡീസിൻ്റെ സ്പെഷ്യൽ വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ നിങ്ങൾ ഈ കോഴ്സ് ആരൊക്കെ എടുക്കണമെന്ന് വെച്ചെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസിന്റെ ഒന്നാമത്തെ ആഡിൽ ഞാൻ സെറ്റ് ചെയ്ത് തരും. ഏകദേശം അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, ഇതാണ് മൊബൈലിലൂടെ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തി FBയിലും ഇൻസ്റ്റയിലും ആഡ് ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.